നമസ്കാരം പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും GK ട്രക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ആഴ്ച നമ്മളൊന്ന് സംസാരിക്കേണ്ട ഒരു വിഷയം, രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പോളണ്ട് വിസ VFS റിജക്ഷൻ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കാര്യം ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും പോളണ്ടെന്നല്ല എല്ലാ രാജ്യങ്ങളുടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ പോളണ്ട് VFS റിജക്ഷൻ, പോളണ്ടിന് VFS ഇത്ര പൈസയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പലരും പറയുന്നുണ്ട്. ശരിയാണ്, സാധാരണക്കാരൻ നോക്കിയ VFS ഡേറ്റ് കിട്ടാനില്ല. ഒരു VFS ഡേറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ ജർമ്മനി ആയാലും പോളണ്ട് ആയാലും മാൾട്ട ആയാലും ചില സമയത്ത് നമ്മൾ നോക്കിയിരിക്കണം, അതിനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു സുഹൃത്ത് കൊടുത്തു, വിസ അടിച്ച് കിട്ടി, ചിലർ കൊടുത്തു കിട്ടുന്നില്ല, റിജക്റ്റ് ആവുന്നു, തട്ടിപ്പാണ്, ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ പോളണ്ട് വിസയിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ഡേറ്റ് എടുക്കാൻ നോക്കി കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഏജൻറ്റിനെ കൊണ്ട് ഡേറ്റ് എടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് എങ്ങനെ കൺഫേം ചെയ്യും? അതിനും നിങ്ങളുടെ സിസ്റ്റമുണ്ട്. VFSൻ്റെ വെബ്സൈറ്റിൽ അതിനുള്ള സംവിധാനം, ഫോൺ നമ്പറുകളും മെയിൽ ഐ ഡികളും ഒക്കെ ഉണ്ട്. ഇത് ഡേറ്റ് നേരത്തെ നിങ്ങൾ മെയിൽ അയച്ചോ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും തരാൻ പറയുക. നമ്മൾ ഏത് ഏജൻറ്റിയിലാണ് കൊടുത്തത് ആ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വേണ്ടി VFSൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കി നിങ്ങൾ കൺഫേം ചെയ്യുന്നുണ്ട്. ഇത്രയും പൈസ കൊടുത്ത് 50-ഉം 70-ഉം യഥാർത്ഥത്തിൽ ഇതിന് തുച്ഛമായ പൈസ ഉള്ളൂ. 145 രൂപ ഒരു SMS സർവീസ്, ഒരു 600-650 രൂപ ഒരു കൊറിയർ സർവീസ്, പിന്നെ ഒരു 2700 രൂപ പ്രീമിയർ ലോഞ്ച് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പൈസകളേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന, അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരൻ്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലർക്ക് നല്ലതായിട്ടും വരാം, അങ്ങനെ എടുത്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുത്ത ഏജൻസികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ വഴി ഇങ്ങനെ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 3 രീതികളുണ്ട്. ഫോൺ വിളിക്കാം, മെയിൽ അയക്കാം, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന അവരുടെ നിന്ന് നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും മേടിച്ചിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് ഈ ബുക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, ഒറിജിനൽ ആണോ എന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതൊന്നും ഇത്രയും കാര്യങ്ങളും ഈ ഞാൻ ഒരു ഏജൻസിയും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, എനിക്കിഷ്ടവുമല്ല. രണ്ടാമത്തെ കാര്യം, ഇനി നമ്മൾ വിസ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഒരുമാതിരിപ്പെട്ട ഏജൻസികൾ പേപ്പർ റെഡിയാക്കി തരും. തന്നില്ലെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ്, വിസയുടെ VFSൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ ചെക്ക് ലിസ്റ്റ് കിട്ടും. ചെക്ക് ലിസ്റ്റിനനുസരിച്ചുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നതിനാൽ നോർമൽ കേസിൽ നിങ്ങൾക്ക് വിസ അപ്രൂവ് ആവാനേ സാധ്യതയുള്ളൂ 99%. ഇൻ കേസ് നിങ്ങൾക്ക് റിജക്ഷൻ ആയി എന്ന് വന്നാൽ അതിനൊരു കാരണം കാണും. അത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഫോം ഉണ്ട്. നിങ്ങൾ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടെങ്കിൽ അതിന് റീസൺ അറിയിക്കാനുള്ളത് കാരണം ഒരു ഫോമുണ്ട്. ആ ഫോം കൂടെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരിച്ച് കിട്ടും, റിജക്ഷൻ അറിയാൻ പറ്റും. അങ്ങനെയും ഒരു കാര്യമുണ്ട്. ഇല്ല, ഇനി എന്താണ് റിജക്ഷന് നോർമലി ഉള്ള കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പോലീസ് ക്ലിയറൻസ് ഇല്ല, അല്ലെങ്കിൽ പോലീസ് ക്ലിയറൻസ് ഇല്ല, ഇത് സബ്മിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല, നോർമൽ കണ്ടീഷനെ അവർ സ്വീകരിക്കില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പോലീസ് ക്ലിയറൻസിന് പോയാൽ എന്താ, നിങ്ങൾക്കൊരു അടി പിടി കേസ്, വെട്ടുകുത്തൊരു ക്രിമിനൽ കേസാണ് സഡൻലി ഒരു ഒറ്റ ഓട്ടത്തിൽ നോക്കുന്നത്. നോർമലി ഇപ്പോഴത്തെ കണ്ടീഷന് ഒരു കേസ്, നോർമലി ഒരു കേസ് ഉണ്ടെങ്കിൽ പോലും, ഒരു സിവിൽ കേസാണെങ്കിൽ പോലും പോലീസുകാർ ചിലപ്പം ചില സന്ദർഭങ്ങളിൽ അത് ഇതാവാതെ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ കേസ് തീരുമാനമാവാതെ ക്ലിയറൻസ് കൊടുത്തില്ല എന്ന് വരും. സ്പെഷ്യൽ കേസുകളിൽ, ക്രിമിനൽ കേസാണെങ്കിൽ സ്പെഷ്യലായിട്ട് കിട്ടുകയില്ല പോലീസ് ക്ലിയറൻസ്. ഇനി നമ്മളിതെല്ലാം മേടിച്ചു കൊണ്ട് കൊടുത്തു, നമ്മൾ VFSൽ കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ചേട്ടാ 30,000 ചെറിയ $30,000 വെച്ചത് ഹെൽത്ത് ഇൻഷുറൻസ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാസ്സാവാതെ പോകുന്നതെന്നും പറഞ്ഞ് അവർ 10,000, 10,000, 12,000 രൂപയ്ക്കുള്ള ഹെൽത്ത് ഇൻഷുറൻസ് വെപ്പിച്ചു. അതായത് 50,000 രൂപ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു പോളണ്ടല്ല, മാൾട്ടയല്ല, ജർമ്മനിയല്ല, ഏതൊരു രാജ്യത്തേക്ക് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടുന്ന് പോകുന്നതും തിരിച്ചു വരുന്നത്. അതായത് നിങ്ങൾ ജോബ് വിസ ആണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് വേണ്ട, ഓൺ സൈഡ് ടിക്കറ്റേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇൻ കേസ് നിങ്ങൾ വിസിറ്റ് ആണെങ്കിൽ, അതായത് ഒരു ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ നിങ്ങൾ പോയി തിരിച്ചു വരുന്നുള്ള പ്രൂഫ് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് വിസയിൽ നിങ്ങൾ പോകുന്ന ആൾക്ക് ഒരു ഫോർവേഡ് ടിക്കറ്റ് കാണിക്കും. നിങ്ങൾ അവിടെ പോകുന്ന വഴിക്കും അല്ലെങ്കിൽ അവിടെ ചെന്നാൽ ഇത്ര ദിവസം കമ്പനി അല്ലെങ്കിൽ ഇതാക്കി തരുന്നവരെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മെഡിക്കൽ എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള വരുമാനം നിങ്ങളിൽ ഉണ്ടെന്ന് കാണിക്കണം. അതിനൊരു നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടോ മണിയോ അല്ലെങ്കിൽ ഇത്ര നിങ്ങൾ കൊണ്ടുപോകുന്നില്ല, നിങ്ങൾക്ക് കമ്പനി നോക്കിക്കോളാം എന്നുള്ള ലെറ്റർ ഉണ്ടാവണം. ഇല്ല എന്നുള്ള പക്ഷം നിങ്ങൾ കാണിക്കേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കാണിക്കണം. മെയിനായിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് കാണിക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, മിനിമം 90 ദിവസത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം. അത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് തുടങ്ങുന്നതായിരിക്കണം.
നിങ്ങൾ VFSൽ നാളെയാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് മുതൽ 90 ദിവസം വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം. ഇനി ഹെൽത്ത് ഇൻഷുറൻസിന് വേറൊരു കാര്യമുണ്ട്. 30,000 യൂറോ മിനിമം എക്സ്പെൻസ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആയിരിക്കണം. 30,000 യൂറോ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 10-30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. ഇതാണ് പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് 30 എന്നുള്ളത് 50,000 വയ്ക്കും. 50,000 വയ്ക്കുന്നത് തെറ്റൊന്നുമില്ല. ഇന്ത്യൻ മണിയിൽ അത് 30,000 കവറേജ് ഉള്ളത് എടുക്കുന്നതും 50,000 കവറേജ് ഉള്ളത് എടുക്കുന്നതുമായിട്ട് വലിയ പൈസ വ്യത്യാസമില്ല. ഇത് VFSന്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് അധികം ആൾക്ക് അറിയില്ല. അത് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2,500 3,500 രൂപയെ കൊടുക്കുമ്പോൾ 40 വയസ്സിന് മേലുള്ളവർക്ക് 3,600 രൂപ 3,700 രൂപയ്ക്ക് തന്നെ 50,000 യൂറോയുടെ അല്ലെങ്കിൽ ഡോളറിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രധാനം. ഈ ആൾ ചൂഷണം ചെയ്യപ്പെടുന്ന വേറൊരു വിഷയമായതുകൊണ്ടാണ് ഇതിനെ ഊതി പറയുന്നത്. ഇത്രയും സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ ആപ്ലിക്കേഷൻ, ഇത് ഇൻവിറ്റേഷൻ ലെറ്റർ, നിങ്ങളെ പെർമിറ്റ്, നിങ്ങളെ കോൺട്രാക്റ്റ്, നിങ്ങളുടെ നാട്ടിലെ ആധാറിൻ്റെ കോപ്പി, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ അതിൻ്റെ SSLC കോപ്പി, നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് കോപ്പി, ഈ ഹെൽത്ത് ഇൻഷുറൻസ് കോപ്പി, ടിക്കറ്റ് ഐഡൻറ്റി, പോകാനുള്ള ടിക്കറ്റ്, ഇത്രയും ഉണ്ടെങ്കിൽ നോർമൽ കേസിൽ 99% നിങ്ങൾക്ക് പാസ്സാവും. പാസ്സാവാതിരിക്കാനുള്ള മറ്റ് കാരണങ്ങളൊന്നും നോർമൽ കേസിലില്ല. പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങൾ സബ്മിറ്റ് ചെയ്താലും പാസ്സാവാതെ വരുന്ന ഒരു സാഹചര്യം പറഞ്ഞാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ മറ്റേതെങ്കിലും അറബ് രാജ്യത്തോ ഗൾഫ് രാജ്യത്തോ നമ്മുടെ രാജ്യത്തോ ഏതൊരു രാജ്യത്തോ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്തു ഒരു വിസ അടിച്ചു, ടൂറിസ്റ്റ് വിസ അല്ലാത്തൊരു വിസ നിങ്ങൾ അടിച്ചു. ആ വിസ നിങ്ങൾ എൻട്രി എക്സിറ്റ് അടിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പല രാജ്യങ്ങളിലും എക്സിറ്റ് വിസ ഇല്ല, അതായത് എക്സിറ്റ് സ്റ്റാമ്പ് ഇല്ല. അത് ഇലക്ട്രോണിക്കലിയാണ് ഗൾഫിലായാലും പലയിടത്തും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മറ്റു രാജ്യത്ത് ട്രാവൽ ചെയ്തു, നിങ്ങൾക്ക് എക്സിറ്റ് സീൽ അടിച്ചിട്ടില്ല. നിങ്ങൾ ഉദാഹരണത്തിന് ലീവിൽ പോയി തിരിച്ചു വന്നു, പോയില്ല, റിജക്റ്റ് ആവും, വിസ റിജക്റ്റ് ആവും. എന്താ കാരണം എന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ ഒരു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ പാസ്പോർട്ട് പ്രത്യേകിച്ച് പറയുന്നത് ഫ്രണ്ട് ബാക്ക് ഇത് കൂടാതെ എവിടെയൊക്കെ ട്രാവൽ സ്റ്റാമ്പോ വിസ അടിച്ചിട്ടുണ്ടോ ഈ പേജിൻ്റെ എല്ലാം കോപ്പി സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. ഈ കോപ്പി സബ്മിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇവർ ഈ രാജ്യങ്ങളുടെ എംബസിക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ ഷെയർ ചെയ്യും, നിങ്ങളെ എൻക്വയറി ചെയ്യും. നിങ്ങൾ അവിടെ ക്രിമിനൽ കുറ്റത്തിൽപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾ ആ രാജ്യത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, കൊലപാതകമോ അല്ലെങ്കിൽ അടിപിടിയോ വല്ല സീരിയസ് ക്രിമിനൽ കുറ്റങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ, രാജ്യദ്രോഹ കുറ്റമോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി വരും. അപ്പോൾ നിങ്ങളൊരു ബാങ്കിൽ ലോൺ എടുത്ത് നിങ്ങൾ കൊടുക്കാതെ അടയ്ക്കാതെ വന്നിട്ടുള്ള ആളുണ്ടാവാം, സാഹചര്യം കൊണ്ട് പല ബുദ്ധിമുട്ടുകളൊന്നും അടയ്ക്കാതെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അവർ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അടിപിടി കേസ് ഉണ്ടായിട്ട് അത് സോൾവ് ചെയ്തില്ല, അവരെയായിരിക്കും ഞങ്ങളടുത്ത് പോകുമ്പോൾ കഴിഞ്ഞ് കോടതി വിളിക്കുന്നത് കളയില്ല. ഇത് നിങ്ങളെ ഇമിഗ്രേഷനിൽ നോട്ടിഫിക്കേഷൻ കിടക്കും. നിങ്ങളൊരു വിസയിൽ പോയി ജോലി ചെയ്ത് 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 6 വർഷം ജോലി ചെയ്ത് 5 വർഷം ജോലി ചെയ്തു, നിങ്ങൾ തിരിച്ച് ലീവിന് വന്നു, തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു, നിങ്ങൾ പോയില്ല. ഇതും നിങ്ങളുടെ വിസയിൽ സ്റ്റാമ്പില്ല, ഇവർ എൻക്വയറിക്ക് അയക്കുന്നു. ഏതൊരു രാജ്യം ആയിക്കോട്ടെ, കുവൈറ്റ്, ദുബായ്, ബഹ്റൈൻ, ഖത്തർ, സൗദി, ഏതൊരു രാജ്യം, അപ്പോഴും ഇമിഗ്രേഷനിൽ ഇത് കാണിക്കും, ബ്ലാക്ക് മാർക്ക്, വിസ റിജക്റ്റഡ്. ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളിലാണ് വിസ റിജക്റ്റ് ആവുന്നതിൻ്റെ മേജർ റീസൺ. ഇത് പലർക്കും അറിയില്ല. എന്നിട്ട് പറയും അവരങ്ങനെ ചെയ്തു ചേട്ടാ, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങളുടെ ലെറ്റർ ഫേക്ക് ആയിരുന്നു, VFSലെടുത്ത അപ്പോയിൻമെൻറ്റ് ഫേക്ക് ആയിരുന്നു. ഞാൻ ഈ അപ്പോയിൻമെൻറ്റ് ഫേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ VFSനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ച് നേരം സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അത് എന്നാലേ സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആവും. ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ ചെയ്യുന്നതും ഡ്യൂട്ടി കിടക്കുകയാണ്. കാര്യം ഇന്ന് എനിക്ക് അങ്ങനെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ആഴ്ച വീഡിയോ ചെയ്തില്ല, അതിലുപരി ചെയ്യേണ്ടുന്ന വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഒരു വീഡിയോ ചെയ്യണം അത്യാവശ്യം. കാര്യം വേറൊരു തട്ടിപ്പ് ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സ്കാം തുടങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് അറിയിക്കണം. അപ്പോൾ VFSൻ്റെ കാര്യം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ VFSലെ മെയിൽ അയക്കാം, വിളിക്കാം. ഞാൻ ഇങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ടാണ് എടുത്തു തന്നത്, എനിക്കറിയില്ല, ഇതൊന്ന് കൺഫേം ചെയ്യാനാണെന്നാണ് മെയിൽ അയച്ച് ചിലപ്പോൾ അവർ റിപ്ലൈ ചെയ്യുക. മെയിൽ കാര്യം മോസ്റ്റ്ലി അവർ പറയുന്നത് പറഞ്ഞാൽ നേരിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാനാണ്. പിന്നെ വിളിച്ചു ചോദിക്കുക. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് രണ്ടും ഇച്ചിരി എഫർട്ടുള്ള പണിയാണ്. ഇത് രണ്ടും തന്നെ സിമ്പിൾ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് പറയാം, നിങ്ങളെടുത്ത തന്നെ ഒരു മെയിൽ ഐ ഡിയിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഇപ്പോൾ എടുക്കാൻ പറ്റും. പണ്ടാണെങ്കിൽ ഒരു മെയിൽ ഐ ഡി 3 അപ്പോയിൻമെൻറ്റ് എടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ആ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീരിയൽ നമ്പറിൽ ഒറ്റ അപ്പോയിൻമെൻറ്റ് ലെറ്ററേ ഉള്ളൂ. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ മെയിൽ ഐ ഡി ആണ്, ആ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഇതാ, യൂസറിന് എന്താ, നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൺഫേം ചെയ്തിട്ട് ബാക്കി പേ ചെയ്യാം, ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ അവർക്കും നിങ്ങളെ വഞ്ചിക്കാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പൈസ കൊടുത്താലും നിങ്ങളെ ഇന്നണക്കാണ് ആ സാധനം അവിടെ ഉണ്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അവർ തരുന്നു, നിങ്ങൾ തുറന്നു നോക്കുന്നു, അത് കൺഫേം ചെയ്യാം. VFS കൺഫേം ചെയ്യാൻ നിങ്ങൾക്ക് ഈ 3 വഴി ഞാൻ പറഞ്ഞു.
വിസ റിജക്ഷൻ്റെ ഇത്ര റീസണുകളാണ് കോമൺലി ഉള്ളത്. ഈവൻ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് കൊണ്ട് നിങ്ങൾ അതിൽ പൈസ എടുത്തു, ക്രെഡിറ്റ് കാർഡിലെ പൈസ ഒരു 15,000 അല്ലെങ്കിൽ 5,000 ദിറംസിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങളൊരു 4,500 അല്ലെങ്കിൽ 4,900 അടച്ചു, 100 രൂപ 999 അടച്ചു, 1 ദിറംസാണ് അടയ്ക്കാനുണ്ടെങ്കിൽ ഈ പൈസയിൽ ചിലപ്പം ഇത് ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ കൂടി വന്ന്, അതായത് അല്ലെങ്കിൽ ഒരു ലോൺ ആണെങ്കിൽ ഇത് കൂടി വന്ന് അവസാനം ഇത് ഇമിഗ്രേഷൻ നോട്ടിഫിക്കേഷൻ ആവും, ട്രാവൽ ബാൻ ഇങ്ങനെ കിടക്കും, നിങ്ങൾ അറിയില്ല. ഇത് നിങ്ങൾ കൊണ്ട് ചിലപ്പം നിങ്ങൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം ക്യാൻസലായി വന്ന ആൾ നിങ്ങൾ വിസയും ക്യാൻസൽ ചെയ്തിട്ടില്ല, ഇതുകൊണ്ട് നിങ്ങൾ ഈ സംഗതി ചിലപ്പോൾ വിസ ക്യാൻസൽ ചെയ്തിട്ട് വന്ന ആളുമായിരിക്കാം, അപ്പോഴും നിങ്ങൾക്ക് ഈ കാർഡിൻ്റെ സംഭവം ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചൊരു പഴയ വണ്ടി ഉണ്ടാകും, നിങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നാവാം. പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരു ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ പറ്റിപ്പോകാം, അറിഞ്ഞുകൊണ്ടൊന്നും ആരും ചെയ്തിട്ട് വരത്തില്ല, ഇതൊന്നും ലീഗലി ഉള്ള കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലും. അപ്പം ഈ സാധനം അവിടെ കിടന്നാലും നിങ്ങൾ എമിഗ്രേഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. അപ്പോൾ എംബസിക്ക് ഇത് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് എംബസി ഇത് എമിഗ്രേഷനുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അവിടുത്തെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ സംഗതി അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരിൽ ഇങ്ങനൊരു ചാർജ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യാറുണ്ട്, നിങ്ങൾ ഈ രാജ്യത്ത് ഇത് ചെയ്തിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ വിസ റിജക്റ്റ് ആവുന്നത്. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്, നമ്മളിപ്പോൾ പറയാത്തതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. ഇത് ചില കാരണങ്ങൾ, മേജർ കാരണങ്ങൾ, പെട്ടെന്നൊരു സാധാരണക്കാരന് വരാവുന്ന കാരണങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പലരും പണ്ടൊക്കെ പറയുമായിരുന്നു ഞാനും ഗൾഫിൽ നിൽക്കുന്ന ആൾക്ക് ഇവിടുന്ന് ഓടത്താണ് പോയാൽ പിടിക്കത്തൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായിട്ടും, പ്രത്യേകിച്ച് ഈ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം നേരിട്ടുള്ള, അതായത് നമ്മുടെ ഒരാൾ അവിടെ കുറ്റകൃത്യം ചെയ്താൽ അവരെ കൈമാറാനും, അല്ലെങ്കിൽ ഇവിടുന്ന് കുറ്റകൃത്യം ചെയ്ത് അങ്ങോട്ട് പോയാൽ അവിടുന്ന് കൈമാറി ഇവിടെ കൊണ്ടുവന്നാൽ അവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ള ശിക്ഷ, അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് ശിക്ഷിച്ചാലും ആ ശിക്ഷ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവർക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു കോൺട്രാക്റ്റ് നമ്മുടെ രാജ്യം പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളുമായിട്ടൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു തരത്തിലും പറ്റിച്ച്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇവിടുന്ന് കളഞ്ഞിട്ട് പോയാൽ എന്നെയാലും പിടിക്കത്തില്ല, പലരും ലോൺ എടുത്ത് തിരക്കി വന്നതും ഒക്കെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ ആരെയും അവമാനിക്കാൻ പറയുന്നതല്ല, ഇങ്ങനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ വിസ റിജക്റ്റ് ആവുന്നത് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് വിസ റിജക്റ്റ് ആവുന്നത്. അല്ലാണ്ട് ആരുടെയും വിസ ചുമ്മാതെ അങ്ങ് പോളണ്ട് വിസ അല്ലെങ്കിൽ ജർമ്മനി വിസ അല്ലെങ്കിൽ മാൾട്ട വിസ കൊടുത്തു അപ്രൂവ് ആവുന്നില്ല, റിജക്റ്റായി. മേജറായിട്ട് ഈ പറഞ്ഞ ഇൻഷുറൻസിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ലീഗലി ഉള്ള പ്രശ്നങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോളണ്ട് അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ മാൾട്ട അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള വിസ കോമൺലി റിജക്റ്റ് ആവുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്, ചെറിയ ഒരു നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ പോട്ടെ എന്ന് വെച്ച് വിടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഭാവിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട്, ഇത് കാണുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, മാക്സിമം 99.99% ലീഗലായി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളാരും പറ്റിക്കുന്നതും കള്ളനൊന്നുമല്ല, സാഹചര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായി പോകുന്നതുകൊണ്ട് ഞാനും മനസ്സിലാക്കും. എന്നാലും നമ്മളെ കഴിവിൻ്റെ പരമാവധി ലീഗലായി ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ, ലീഗലായി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പം ഫോർവേഡായിട്ടുള്ള കാര്യങ്ങളിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു അറിവ് പകർന്നു നൽകണം എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തതാണ്. എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു സംശയം മാറി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്നാൽ കഴിയുന്ന കണക്ക് ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ രംഗത്ത് വരുന്നതാണ്. നന്ദി, നമസ്കാരം.